അംഗങ്ങളിൽ നിന്നും പാർട്ടി അനുഭാവികളിൽ നിന്നും മാത്രം ശേഖരിച്ച പണമാണത്. ഈ ആവശ്യത്തിന് വേണ്ടി ആ ആവശ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരു ഘട്ടം കഴിഞ്ഞു. ബാക്കി ചെലവുകൾ ഇനിയുണ്ട്. ഏത്? കേസിന്റെ ചെലവുകളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അതെല്ലാം അതത് സമയത്ത് അതിന് നേതൃത്വം കൊടുത്ത പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ഇന്ന് ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾ ഉൾപ്പെടെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. രക്തസാക്ഷി ഫണ്ടുകൾ പിരിക്കുമ്പോൾ ഏത് ഘടകമാണോ പിരിവിന് ആഹ്വാനം ചെയ്യുന്നത് ആ ഘടകം കണക്കുകൾ പരിശോധിച്ച് അവസാനിപ്പിക്കുകയും തൊട്ടു മുകളിലുള്ള ഘടകത്തിന് അത് കൈമാറുകയും ചെയ്യുക എന്നതാണ് പാർട്ടി രീതി. ആ രീതി തന്നെയാണ് തുടരുന്നത്. വ്യാജമായ ആരോപണങ്ങളുടെ മുന്നിൽ അതിനപ്പുറത്തേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ ആലോചിക്കും. പക്ഷേ കോൺഗ്രസ് പിരിച്ചത് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്നുള്ള പൈസ മാത്രമല്ല, പിരിച്ചത് അവരുടെ ഏതെങ്കിലും ഒരാൾക്ക് സ്മാരകം പണിയാനല്ല. ഞാൻ പറഞ്ഞല്ലോ, ലീലാ ദാമോദര മേനോന്റെ സ്മാരക കണക്ക് എനിക്കറിയണ്ട, കെ എ ദാമോദര മേനോന്റെ സ്മാരക കണക്ക് എനിക്കറിയണ്ട, CM സ്റ്റീഫന്റെയോ കരുണാകരന്റെയോ പനമ്പിള്ളിയുടെയോ എനിക്കറിയണ്ട. വയനാട് അറിയണം. അത് ഈ നാട്ടിലുണ്ടായ ദുരന്തമാണ്. മൃതശരീരങ്ങൾ കാണിച്ച് കാശ് വാങ്ങിയതാണ്. വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞതാണ്. വീടിന് തറയിട്ടിട്ടില്ല, ഉണ്ടാക്കാൻ പരിപാടിയുമില്ല. അതാണ് ചോദ്യം ചെയ്യുന്നത്. ഞങ്ങളുടേത് സുതാര്യമാണ്. ഏത് സമയത്തും അത് സംബന്ധിച്ച് ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ ഞങ്ങൾക്കാവുകയും ചെയ്യും. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ അഞ്ചാം പത്തിയായി ഒറ്റുകാരനായി മാറിയ ഒരാൾ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനനുസരിച്ച് പോകുന്ന പാർട്ടിയല്ല. അത്രയാണ് പറയാൻ.